അങ്ങനെ ചൂടിൽ നിന്നൊക്കെ മാറി ഇനി കുറച്ച് ദിവസം കൊറിയാത്തിലെ തണുപ്പിൽ നിന്നിട്ടാണ് പണി. നമ്മളെ പുതിയ സൈറ്റിൽ പുതുതായിട്ട് ക്യാമറ വെക്കാനും വൈഫൈ സെറ്റ് ചെയ്യാനൊക്കെ കണ്ടിട്ട് അവിടെ നമ്മളെ റാഫി തണുത്ത് കുറച്ച് നിൽക്കുകയാണ്. ഓനാണെങ്കിൽ ജാക്കറ്റും വാങ്ങിയിട്ടില്ല. നമ്മളിത് മുന്നത്തെ വരിൽ തന്നെ ഇതൊക്കെ കരുതി വെച്ചിരുന്നു. ഞാൻ നമ്മളെ ക്യാമറ വെക്കൽ തുടങ്ങിയിട്ടുണ്ട്. 7 ക്യാമറയാണ് നമ്മൾ ഇതിനുള്ളിൽ സെറ്റ് ചെയ്യണത്. നമ്മളിവിടെ കൂടുതൽ ചെയ്യല് ഇക്വിഷന്റെ ക്യാമറ കേട്ടോ. പണി നടക്കുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ വന്നിട്ട് കേബിളൊക്കെ ഇട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് നേരെ ക്യാമറ വെച്ചാൽ മതി. ആദ്യമൊക്കെ ഇവിടെ പഴയ HD ക്യാമറ ആയിരുന്നു. ഇപ്പൊ നമ്മളെല്ലാം വെക്കുന്നത് IP ക്യാമറ കേട്ടോ. നമുക്ക് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും IP ക്യാമറയാണ്. നാട്ടിലൊക്കെ ഇപ്പോഴാണ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. ഇനി എല്ലാവരും IP ക്യാമറയിലേക്ക് മാറണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. 1 മണിക്കൂർ ഇടവിട്ട് നമുക്ക് ചൂട് ചായ ഒക്കെ കിട്ടുട്ടോ ഇവിടുന്ന്. നമ്മളെ റാഫിക്ക് ഉച്ച ആവണത് വരെ പിടിച്ചിക്കാൻ പറ്റിയിട്ടില്ല. ഓൻ വേഗം പോയി ജാക്കറ്റ് വാങ്ങി. തണുപ്പും അതിന്റെ കൂടെ നല്ല കാറ്റും വീശി അങ്ങനെ ഉണ്ടാവും. എന്റെ ക്യാമറ ഒക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ നമ്മളെ മെഷീനുകൾ കൊണ്ടുവരാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എല്ലാവരും കൂടി പോയി വണ്ടിയിൽ കയറ്റി. നമ്മളെ അപ്പുറത്തൊരു സൈറ്റിലായിരുന്നു ഈ മെഷീനുകൾ ഉണ്ടായിരുന്നത്. അവിടുന്ന് വണ്ടി കയറ്റി ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. എല്ലാവരും കൂടി ആയതുകൊണ്ട് പിന്നെ അത്ര വലിയ പണി ഉണ്ടായിട്ടില്ല. നമ്മളെ റൂമിൽ ഫുഡ് വെക്കലൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ തൊയ്ബ ഹോട്ടലിൽ തന്നെ പോയി. ഉച്ചക്ക് അവിടുന്ന് ചോറും കഴിച്ച് ഇന്ന് വൈകുന്നേരം മുതൽ നമുക്ക് റൂമിൽ ഫുഡ് ഉണ്ടാക്കൽ തുടങ്ങണം. അന്ന പാടായതുകൊണ്ട് സാധനങ്ങളൊക്കെ പലയിടത്തുമാണ്. പിന്നെ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടും വേണം. ക്യാമറ എങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ എല്ലാ കേബിളും കൂടി നമ്മൾ NVR സൈഡിലേക്ക് എത്തിക്കണില്ല കേട്ടോ. നമ്മൾ കേബിൾ എല്ലാം കൂടെ ഇവിടെ തന്നെയാണ് എത്തിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു POS സ്വിച്ച് വെച്ച് കൊടുത്ത് ഇവിടുന്ന് നേരെ ഓഫീസിലേക്ക് ഒരു ലിങ്ക് കൊടുക്കും. നമുക്ക് എല്ലാ കേബിളും കൂടി അങ്ങോട്ട് എത്തിക്കൽ റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് പൊതുവെ ചെയ്യാറ്. ഓരോരുത്തരും ഓരോ സെക്ഷൻ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ റാഫി മെയിൻ മെഷീൻ മെക്കാനിക്കാണ്. നമ്മളെ തൻവീറും മെയിൻ മെക്കാനിക്കാണ്. പിന്നെ വെൽഡിങ്ങിനും മറ്റു കയറ്റി പാകിസ്ഥാനും UP കാരൊക്കെ അവിടെ വേറെ ഉണ്ട്. ഇന്നത്തെ പണിക്ക് ഏകദേശം കയ്യാറായപ്പോൾ നമ്മളെ ബോസ് ഫ്ലൈറ്റ് പോയി ജദ്ദന്ന് കൊറിയാത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബോസ് വന്ന് നമ്മളെ സൈറ്റും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് ബോസ് വന്ന സന്തോഷത്തിൽ തന്നെ നമ്മളെ എല്ലാ പണിക്കാർക്കും ഇന്ന് ബോസിന്റെ വകയാണ് ബ്രോസ്റ്റ്. ഇതിന് വേണ്ടി നമ്മൾ നേരെ കൊറിയാത്തിലെ അൽബേക്കിലേക്ക് പോയി. സൗദി അറേബ്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അൽബേക്ക്. ഇപ്പോൾ വന്നാലും ഇവിടെ തിരക്കാണ് കാണല്. ഇന്നെന്തോ തിരക്കെന്തോ കുറവുണ്ട്. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ഇനി കുറച്ചു നേരം വെയിറ്റിംഗില്ല. നമ്മളൊരു 8 പേരുണ്ട്. 2 ടീമായിട്ട് കുറച്ച് ആൾക്കാർ അപ്പുറത്തും കുറച്ച് ആൾക്കാർ ഇപ്പുറത്തും ഇരുന്നു. ഓർഡർ ചെയ്തിട്ട് അരമണിക്കൂർ എന്തോ എടുത്ത് നമുക്ക് സാധനം കിട്ടാനിട്ട് നോക്കുമ്പോൾ ആൾക്കാർക്കൊന്നും ഇല്ല. പക്ഷെ നല്ല പാർസൽ പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെ പരിപാടി തുടങ്ങി. ഇങ്ങനെ ഓരോന്ന് ഇടക്കിടക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ നല്ല കിട്ടലാണ്. നമ്മളെ ബോസിന് പഠിച്ചതിന് ഹയറും ബർക്കത്തും കൊടുക്കട്ടെ. നമ്മളെ റാഫിനെ കണ്ടില്ല ഞങ്ങള്. റാഫി ആദ്യമായിട്ടാണ് അൽബേക്ക് കയറുന്നത്. നമ്മളൊക്കെ ഓരോരോ പീസ് ബാക്കിയാക്കി റാഫി അത് മുഴുവനും കഴിച്ച്. നമ്മളതും കൂടി റാഫി കണ്ടു കൊടുക്കും. നമ്മളടുത്ത് നമ്മളെ 2 കമ്പനി വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്ന് UP കാരും കൊണ്ടെടുക്കും, ഒന്ന് നമ്മളെടുത്തുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോത്തിന് നല്ലൊരു ചാറ്റൽമയ ഇങ്ങനെ പെയ്യുന്നുണ്ട്. ഈ നല്ല തണുപ്പുള്ള സമയത്ത് തന്നെ ഒരു ചാറ്റൽമയം കൂടി പെയ്താൽ നല്ല രസം ഉണ്ടാവും. ഇനിയും കൊറിയാത്തിലെ വിശേഷങ്ങളും മറ്റൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ തോന്നുള്ളൂ.